നോക്കൂ. ശരി, നമുക്കിനി രാജ്യ തലസ്ഥാനത്തേക്ക് പോകാം. അവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ പണിമുടക്ക് രാജ്യ തലസ്ഥാനമായ ഡൽഹി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? രാജ്യ തലസ്ഥാനത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട റോഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. വാഹനങ്ങൾ ഇവിടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം കാണുന്നത്. പക്ഷേ ഇവിടെ ഈ തരത്തിലുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്, കടകൾ ഒന്നും അടച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല, പക്ഷേ സംഘടിത തൊഴിലാളി വർഗ്ഗങ്ങൾ എവിടെയുണ്ട് അവിടെയെല്ലാം വലിയ തരത്തിലുള്ള ഒരു സമരം ഉത്തരേന്ത്യയിൽ പോലും വ്യക്തമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇപ്പോൾ അസാമിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡിലുള്ള അവിടെ ആദ്യത്തെ ഷിഫ്റ്റിലെ തൊഴിലാളികൾ പൂർണ്ണമായി പണിമുടക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാര്യം പ്രധാനമായിട്ടുള്ള ഒരു 4 ലേബർ കോഡുകൾ, നേരത്തെ 29 ലേബർ നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ തരത്തിലുള്ള എല്ലാ ചട്ടങ്ങളും പുതിയ ലേബർ കോഡ് 4ലേക്ക് ഒതുക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തൊഴിലാളി വിരുദ്ധമാണ്. പലപ്പോഴും തൊഴിലാളികളെ 300 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഒറ്റയടിക്ക് പിരിച്ചുവിടാൻ സർക്കാരിൻ്റെ അനുമതി വേണ്ട എന്നുള്ള ഒരു രീതിയുണ്ട്. ശമ്പളം കുറയുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, ചിക്കാഗോയിലെ തെരുവീതികളിൽ ഉള്ള പോരാട്ടം, അങ്ങനെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തതാണ്. പക്ഷേ ആ തരത്തിലുള്ള 8 മണിക്കൂർ ജോലി എന്നുള്ളത് മാറുകയാണ്. 8 മണിക്കൂറിന് പകരം ആഴ്ചയിൽ 48 മണിക്കൂർ, പലപ്പോഴും 12 മണിക്കൂർ വരെ ജോലി ചെയ്യാവുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇത് തൊഴിൽ സമ്മർദ്ദം വളരെ ശക്തമായ രീതിയിൽ വർദ്ധിപ്പിക്കാനും വേതനം കുറയാനും എപ്പോൾ വേണമെങ്കിലും പിടിച്ചുവിടാനും കഴിയുന്ന രീതിയിലേക്ക് നാടിനെ എത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ സാഹചര്യങ്ങൾ, ഈ തൊഴിൽ കോഡുകൾ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ സമരം ഇന്ത്യയിലെമ്പാട് നടക്കുന്നത്. പക്ഷേ മെട്രോ നഗരങ്ങളിലെ ഈ സാധാരണ സമരങ്ങളെ പലപ്പോഴും മെട്രോ നഗരങ്ങളെ ബാധിക്കാറില്ല. അതുപോലെ തന്നെ ഒരു ദിവസമാണ്, ഒരു പ്രഭാതമാണ് ഇന്ന് ഡൽഹിയിൽ. ശരി, ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പക്ഷേ വലിയ രീതിയിൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരി, മണിക്കൂറുകൾ കഴിയുമ്പോൾ സാഹചര്യം മാറും. ചെറിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുമൊക്കെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ തടയുന്ന തരത്തിലേക്കൊക്കെ ഒരു പക്ഷേ കാര്യങ്ങൾ പോയേക്കാം. നമുക്ക് ആ സമയത്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കാം. മറ്റ്